KSEB ജീവനക്കാർ നടത്തിയ അതിക്രമ വാർത്ത അതിലിപ്പോൾ ഉദ്യോഗസ്ഥർ അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണാം. ഷഫീദ് റാവുത്തർ തത്സമയം അവിടെ നിന്നും വിവരങ്ങൾ നൽകുകയും ചെയ്യും. ഷഫീദ്, ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്, അത് ദൃശ്യങ്ങൾ കാണാം. വൈദ്യുതി തകരാർ പരിഹരിക്കുകയാണല്ലേ? പ്രചരിതവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട്. അതായത് ഗ്രഹനാഥനോട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ രാജുവേട്ടാ, ഇതിപ്പോ ഇവരെന്താ ഇവര് പറയുന്ന ഇവരെ പേരൊക്കെ എന്തൊക്കെയാ പറയുന്നത്? കുറച്ച് നേരോടെ ചേട്ടാ ഇരുട്ടില്ല, ഇന്നലെ മുതൽ ഇരുട്ടില്ലല്ലേ? ഇന്നലെ ഇപ്പൊ എന്താ ഇവര് പറയുന്നതാ? ഇപ്പൊ അവര് കണക്ഷൻ കൊടുത്ത് MLA മന്ത്രിയൊക്കെ ഇപ്പൊ ഈ ചാനൽ വഴി കണ്ട് ഇപ്പൊ അവർ വിളിച്ച് പറഞ്ഞ് നിർദ്ദേശം കൊടുത്തപ്പം ഇത് കൊടുക്കുന്നത്. തർക്കം എന്താ അവരുടെ? ഇപ്പൊ ഒരു തർക്കമില്ല, അവരിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവര് ഇന്നലത്തെ കാര്യത്തെ പറ്റി ഇത്രയും നേരം അവര് ഡിലേ ആക്കിയതിനെ പറ്റിയുള്ള ന്യായീകരണങ്ങൾ പറയണവര്. ഇന്നലെ വന്നു, ഇന്നലെ കണക്ഷൻ തരായിരുന്നു, തന്നില്ല. ഇന്ന് വൈകിട്ട് ഇതുവരെ തന്നിട്ടില്ല. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് അവര് പറയുന്നത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റെന്നുള്ളതാണ്. ഇല്ലല്ല, നമ്മളെ ഭാഗത്ത് തെറ്റില്ല. നമ്മൾ ഇന്നലെ രാത്രി തന്നെ ഈ ഫീസ് മാറ്റി കൊടുക്കാൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അവരൊക്കെ വയ്യ, അതിന്റെ കണക്ഷൻ കൊടുക്കാൻ വയ്യ. അങ്ങനെയാണ് ഞാൻ പോലീസിൽ ഞാൻ ഇത് പരാതിപ്പെട്ട് പോലീസ് FIR എടുത്തത് കൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഈ ദുരന്തം മൊത്തം വന്നേക്കുന്നത്. ഇതുവരെയും ഏതായാലും രാജുവേട്ടൻ ഇതുപോലെ പറഞ്ഞനുസരിച്ച് ഇതാണ് ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ മാത്രമാണ് കടക്കുന്നത്. നന്ദകിഷോർ ആ ദൃശ്യങ്ങൾ കാണിക്കും. ഇപ്പോൾ മാത്രമാണ് ഈ KSEB ജീവനക്കാർ ഇവിടേക്ക് എത്തി ഇപ്പോൾ ഈ വൈദ്യുതി ബന്ധം അത് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിൽ കടന്നു. അപ്പോഴും നാട്ടുകാരും അതേപോലെ തന്നെ ചില തർക്കങ്ങൾ ഈ പരിസരവാസികളുമായും അതേപോലെ തന്നെ KSEB ഉദ്യോഗസ്ഥരുമായും ചില തർക്കങ്ങൾ ഉയരുകയാണ്. അതിൽ ഈ ഫീസ് കെട്ടുന്നതുമായി ബന്ധപ്പെട്ടത് എന്താണ് ഇതിന്റെ ശരിക്കുള്ള ആക്ച്വൽ കണക്റ്റിംഗ് പ്രശ്നം എന്നുള്ളത് സംബന്ധിച്ച് ചില തർക്കങ്ങൾ തന്നെ ഇവിടെ ഉയരുന്നു എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏതായാലും വലിയ തരത്തിൽ KSEB ജീവനക്കാരെ സംബന്ധിച്ച് ഉണ്ടാകാൻ പാടില്ല ചില തർക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആ രീതിയിലോട്ടുള്ള കാര്യങ്ങൾ വർക്കല അയിരൂരിൽ സംഭവിച്ചു. നമ്മൾ മുൻപും പല സ്ഥലങ്ങളിൽ കണ്ടുണ്ട്. KSEB ജീവനക്കാർ ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അവിടെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വേണ്ടി KSEB ജീവനക്കാർ എത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെ ന്യായീകരിക്കുന്നു എന്നാണ് ഇപ്പോൾ ആ വീട്ടുടമസ്ഥൻ രാജീവ് പറഞ്ഞത്. ഒരു വാർത്താ ഫലം കാണുന്നു എന്നതിൽ നമുക്കും സന്തോഷമുണ്ട്. പക്ഷേ ഈ മാധ്യമങ്ങൾ ഇടപെടുമ്പോൾ മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു അറുതി വരുന്നത് എന്നുള്ള കാര്യം ഏറെ ഖേദകരമാണ്. കൃത്യമായി ജോലി ചെയ്യാനാണ് മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈദ്യുതി ബില്ലടച്ച് നമ്മൾ എടുക്കുന്ന സേവനമാണ്, അല്ലാതെ ഫ്രീ ആയി കിട്ടുന്നതല്ല. എന്നാൽ പോലും ഇത്തരത്തിലാണ് ചില ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം. അത് ഈ മഴക്കാലത്തൊക്കെ കൈമേയ് മറന്ന് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കൂടി ചീത്തപ്പേരുണ്ടാക്കുന്നു എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വെള്ളക്കെട്ടുള്ള സമയത്ത് വെള്ളക്കെട്ടുള്ള ഒഴുക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി വൈദ്യുതി കണക്ഷൻ ശരിയാക്കുന്ന KSEB ജീവനക്കാരെ കണ്ടതാണ്. ഇപ്പോൾ ഷഫീദ് തുടരുന്നു. ഷഫീദ്, ഇപ്പോഴും ആ തർക്കം അവിടെ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ അയൽക്കാരുണ്ട്, രാജീവ് എന്ന് പറയുന്ന ആളുടെ വീട്ടിലെ അയൽക്കാരുണ്ട്, നാട്ടുകാരുണ്ട്. എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഉദ്യോഗസ്ഥരുമായ ഒരു വാക്കേറ്റം അവിടെ നടക്കാൻ കാരണം? തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ ഫീസ്, അതായത് ഈ വൈദ്യുതി പ്രശ്നം പരിഹരിക്കാമെന്നുള്ളതാണ് നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം. അതിനുശേഷമാണ് ഈ തർക്കം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. അതായത് ഈ പരിസരവാസികൾ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ചേട്ടാ, നിങ്ങൾ ഈ നാട്ടുകാരല്ലേ, ഇതിപ്പോ ഇന്നലെ തന്നെ ശരിയാക്കാവുന്ന പ്രശ്നമായിരുന്നില്ലേ? ഇതിപ്പോ ഇന്നലെ തന്നെ ശരിയാക്കാവുന്ന പ്രശ്നമായിരുന്നില്ലേ? ഇന്നലെ ചെയ്യാൻ പറ്റുന്ന ഒരു കേസായിരുന്നു. അവരാരും വന്നിട്ടില്ല. ഇന്നിപ്പോ ഇത്രയും വിഷയമായപ്പോഴാണ് ഇപ്പോഴും വന്നത്. ഇന്നലെ രാത്രി ഈ സമയത്തോട്. ശരി, എന്തായാലും അവിടെ നാട്ടുകാർ ഇപ്പോഴും അതിനെക്കുറിച്ച് പരാതി പറയുന്നുണ്ട്. ഇന്നലെ പരിഹരിക്കാവുന്ന ഒരു വിഷയമായിരുന്നു, ഇപ്പോഴാണ് ഇവർ വരുന്നത്, ഈ വാർത്തയായ ശേഷമാണ് വരുന്നത് എന്ന ആക്ഷേപം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തറാണ് സംഭവ സ്ഥലത്ത് വിശദാംശങ്ങൾ നൽകിയത്.